മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നം ചർച്ചകളിൽ സജീവമായിരിക്കുന്ന ഈ കാലത്ത് ഒരു ഡാമിന്റെ തകർച്ച വിതയ്ക്കാവുന്ന കൊടിയ ദുരന്തത്തിന്റെ സർവനാശത്തിന്റെ ഭീകരമുഖം സാങ്കേതികവിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗത്തിലൂടെ ജീവൻ തുടിക്കുന്ന ദൃശ്യങ്ങളായി പ്രേക്ഷക സമക്ഷം എത്തിക്കുകയാണ് ഡാം 999 എന്ന ചിത്രം. 3 ഭാഷകളിൽ 3D ഫോർമാറ്റിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രം നിരവധി ശ്രദ്ധേയ ഘടകങ്ങളാൽ വാർത്താ പ്രാധാന്യം നേടുന്നു. It's already started leaking. You mean the whole place will be flooded? This dam won't take anyone's permission to collapse. It is a bad omen. Disaster. പൂർണ്ണമായും കേരളീയ പശ്ചാത്തലത്തിലാണ് ഡാം 999 ഒരുക്കിയിരിക്കുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് നിർമ്മിച്ച ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഗുരുതരാവസ്ഥയിലായ ഒരു അണക്കെട്ടിനെ ചുറ്റിപ്പറ്റിയാണ് കഥ. 9 പ്രധാന കഥാപാത്രങ്ങളിലൂടെ 9 വിവിധ ഭാവങ്ങളെ ചിത്രം അവതരിപ്പിക്കുന്നു. സ്വന്തം നന്മയ്ക്ക് വേണ്ടിയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും ലക്ഷക്കണക്കിന് ജീവനുകൾ അപകടപ്പെടുത്തി സുരക്ഷിതമല്ലാതെ ഡാം നിർമ്മിച്ച അഴിമതിക്കാരനായ മേയർ, സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നാവിക ഉദ്യോഗസ്ഥൻ, ചെറുപ്പം വിട്ടിട്ടും മനസ്സിൽ സജീവമായ പ്രണയം സൂക്ഷിക്കുന്ന 2 കമിതാക്കൾ, കൈവിട്ടുപോയ തൻ്റെ ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു വീട്ടമ്മ, രോഗാതുരമായ ജീവിതത്തോട് മല്ലടിച്ച് ജീവിക്കുന്ന ഒരു ബാലൻ, മരണത്തിൽ പോലും സ്വന്തം ഭർത്താവിനെ വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത ഭാര്യ, ആപത്ത് പ്രവചിക്കുന്ന ഒരു ജ്യോത്സ്യർ. ഈ 9 കഥാപാത്രങ്ങളാണ് ആസന്നമായ ആപത്തുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന കഥാപാത്രങ്ങൾ. ഈ 9 കഥാപാത്രങ്ങളിലൂടെ 9 ഭാവങ്ങൾ, പിന്നെ കടലോളം വികാര പ്രകടനങ്ങളും. ഡാം 999 ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയം മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്, കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലവും ചിത്രത്തിലുണ്ട്. 1975 ചൈനയിലെ ബാൽക്കോം അണക്കെട്ട് തകർന്നുണ്ടായ അപകടം ആധാരമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ലോകത്താകമാനമുള്ള അപകടാവസ്ഥയിലായ ഡാമുകൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്കായാണ് ചിത്രം സമർപ്പിക്കുന്നത്. അവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ, അപകടത്തിന് മുന്നേ ഉണർന്ന് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായവരുടെ കണ്ണു തുറപ്പിക്കാൻ കൂടിയാണ് ഈ ചിത്രം. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും ഈ ചിത്രം കാലിക പ്രസക്തമാകുന്നു. ചിത്രം 9 എന്ന സംഖ്യയെ അതിന്റെ ഓരോ കണികയിലും ഉപയോഗിച്ചിരിക്കുന്നു. കഥാപാത്രങ്ങൾ, 9 ഭാവങ്ങളുമായി എത്തുന്ന കഥയ്ക്ക് 9 വ്യത്യസ്ത ആംഗിളുകളുണ്ട്. 9 ലൊക്കേഷനുകളിലാണ് ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 9 ഗാനങ്ങളുമുണ്ട് ചിത്രത്തിൽ. 99 പേജുള്ള തിരക്കഥയാണ് ചിത്രത്തിന്. 90 ദിവസമായിരുന്നു ചിത്രീകരണം. 9 മാസം എടുത്തായിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാക്കിയത്. നാട്യശാസ്ത്രത്തിലെ നവരസങ്ങളും ഭാരതത്തിലെ തനത് ചികിത്സാവിധികളും ആയുർവേദം, യോഗ എന്നിവ മനുഷ്യരിലും പ്രകൃതിയിലും ചെലുത്തുന്ന സ്വാധീനവുമൊക്കെ ചിത്രത്തിൽ പറയുന്നുണ്ട്. ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യുന്നു. मुझे छोड़ के क्यों गई, दिल तोड़ के क्यों चली।
മലയാളികൾക്ക് പരിചിതരായ രജിത് കപൂർ, ആശിഷ് വിദ്യാർത്ഥി, വിമല രാമൻ എന്നിവർ ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾക്കൊപ്പം വിദേശ നടീനടന്മാരും സാങ്കേതിക പ്രവർത്തകരും ചിത്രത്തിൽ സഹകരിച്ചിരിക്കുന്നു. ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ 16 സാങ്കേതിക പ്രവർത്തകരുടെ സാന്നിധ്യം ചിത്രത്തിൻ്റെ അണിയറയിലുണ്ട്. മുല്ലപ്പെരിയാർ എന്ന പേര് പരാമർശിക്കാത്ത ചിത്രം പക്ഷേ മുഴുവൻ മലയാളികളുടെയും ആശങ്ക പ്രതിനിധീകരിക്കുന്നു. മുല്ലപ്പെരിയാറിൻ്റെ തകർച്ചയ്ക്കൊപ്പം ഇല്ലാതാകുന്ന നമ്മുടെ 3 ജില്ലകളും തകർന്നടിയുന്ന നമ്മുടെ സാമ്പത്തിക രംഗവുമൊക്കെ വരുത്തിവെക്കുന്ന ഭവിഷ്യത്തുകൾ ദേശത്തും വിദേശത്തും ചലനങ്ങളും മാറ്റങ്ങളും പുനരാലോചനകളും സൃഷ്ടിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.